സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വീതം വെട്ടിക്കുറച്ചതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ട് വെട്ടിക്കുറച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും അതിന് നമുക്ക് നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ 9 UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു പോവുകയാണ് ഉണ്ടായത്. സാധാരണക്കാരായ ആളുകളുടെ അവരുടെ ജീവിതവൃത്തിക്ക് ആവശ്യമുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ വാസയോഗ്യം കൊടുക്കൽ, ഇതെല്ലാം ഈ ഫണ്ടിൽ നിന്നാണ് നമുക്ക് വകയിരുത്തേണ്ടത്. അതിനെതിരെ ഏകകണ്ഠമായിട്ട് തന്നെയാണ് നമ്മൾ നിലപാട് പറഞ്ഞത്. പക്ഷേ 9 അംഗങ്ങൾ നിർഭാഗ്യവശാൽ ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ BJP അംഗങ്ങൾ പ്രമേയത്തെ തത്വത്തിൽ അംഗീകരിച്ചു. എന്നിരുന്നാൽ പോലും പ്രമേയത്തിൽ ഉൾപ്പെടാത്ത മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വിയോജിപ്പ് അവർ രേഖപ്പെടുത്തി. പക്ഷേ ഭൂരിപക്ഷ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രമേയം നിലവിൽ പാസ്സാക്കി. ജനങ്ങളുടെ ജീവിതവൃത്തിക്ക് ആവശ്യമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ അംഗീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടതും. പക്ഷേ എല്ലാവരും UDF അംഗങ്ങൾ 9 അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ടോൾ ഉറപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താ വിഷയം? അത് എന്താണ്, പഞ്ചായത്തിൽ നടപ്പാക്കാത്തതാണോ അത് തുടങ്ങാത്തതാണോ? അല്ല, തൊഴിലുറപ്പിൽ നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഖേദകരം തന്നെയാണ്. കാരണം മുൻകാലങ്ങളിൽ, അതായത് 20, 21, 22, 23 കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട വർക്കുകളുടെ ഒരു ജിയോ ടാഗിങ് ഒന്നും കൃത്യമായ ഇടപെടലുകൾ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്ന് നമ്മുടെ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷം വളരെയധികം ഊർജ്ജത്തോടുകൂടിയാണ് ഇതിന് പിന്നാലെ നമ്മൾ നടന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റാഫുകൾ നിർത്തിക്കൊണ്ട് വളരെയധികം അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ വർഷം, അതായത് 20 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തെ വർക്കുകളുടെ ജിയോ ടാഗിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 400ഓളം ഓൺഗോയിങ് വർക്കുകളാണ് നിലവിൽ ഉള്ളത്. നമുക്ക് ഒരു സാധാരണഗതിയിൽ ഒരു 100 ഓൺഗോയിങ് വർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് മുൻകാലങ്ങളിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്താത്തതിൻ്റെ മൂലം നിലവിലൊരു 400ഓളം വർക്കുകൾ ഓൺഗോയിങ്ങിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അത്രത്തോളം ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ ഒരു അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ജിയോ ടാഗിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന സ്റ്റാഫുകളുടെ വീടിൻ്റെ പരിസരം, പഞ്ചായത്തിൻ്റെ പരിസരം തുടങ്ങി ആ സ്ഥലത്തിൻ്റെ അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവർ ഇപ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഇടപെടലുകൾ ഇതിൽ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ ജില്ലാ തലത്തിൽ സംസാരിച്ചു, വേണ്ട സർക്കാരിന് രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്താമെന്ന് വാക്കുതരികയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും ഈ പണി നിർത്തിവെച്ചിട്ട്? എവിടെ നടക്കുന്നില്ലല്ലോ പഞ്ചായത്തിൽ? ഇല്ല, നമ്മുടെ പഴയ വർക്കുകൾ 1-2 വാർഡുകളിൽ കഴിഞ്ഞ ദിവസം 18-ാം വാർഡ്, 10-ാം വാർഡിലെല്ലാം വർക്ക് നടന്നിരുന്നു. പഴയ വർക്കുകളാണ്. പക്ഷെ നമുക്ക് പുതിയ വർക്കുകൾ എടുക്കാൻ സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഓരോ പഞ്ചായത്തുകളിലും 1-2 ഓൺഗോയിങ് വർക്കുകൾ ഉള്ള സ്ഥാനത്ത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 400ഓളം വർക്കുകളാണ്. അത് നമ്മളുടെ ആരുടെയും പ്രശ്നമല്ല. നമ്മൾ ഭരണസമിതി ആയാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്കതിൽ ഏറ്റവും വിഷമകരമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ല. കാരണം മുൻകാലങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയും. ആ ഒരു സാഹചര്യം ഇപ്പോൾ ജനങ്ങളടക്കം നമ്മളടക്കം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വളരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നമ്മുടെ ഭാഗത്ത് ശുപാർശ പോയിട്ടുണ്ട്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് BD സതീശൻ സർക്കാർ നമ്മൾക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കിട്ടേണ്ട വിഹിതത്തിൽ 1,61 ലക്ഷം രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. അതിൽ പ്ലാൻ ഫണ്ടിൽ കുറവ് വന്നിരിക്കുന്ന 23,07,584 രൂപയുടെയും SCP ഫണ്ടിൻ്റെ കുറവ് വന്നിരിക്കുന്നത് 28,75,000 രൂപയുടെ കുറവും ധനകാര്യ കമ്മീഷൻ ഫണ്ടിൻ്റെ കുറവ് 1,06,99,000 രൂപയുടെയും കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ച് ആ പ്രമേയം പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ഇതിന് ശുപാർശ ചെയ്യാൻ BD സതീശൻ ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതാണോ BJPയും കോൺഗ്രസും ഇത് ചെയ്തത്? അതിനെതിരെയാണ് BJP, കോൺഗ്രസ് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും BJP അംഗങ്ങൾ തത്വത്തിൽ അതിനോട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ആണ് ചെയ്തത്.